ഖബർ കെട്ടിപ്പൊക്കുക എന്നത് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ച കാര്യമാണ്. ഖബർ കെട്ടിപ്പൊക്കുക എന്ന ശിർക്കല്ല, ഖബർ കെട്ടിപ്പൊക്കുക എന്നത് ഹറാമാണ്. ആ ഹറാം ചെയ്ത സ്ഥലത്ത് പിന്നെ പോയി മനുഷ്യർ ചെയ്യുന്നത് കടുത്ത ശിർക്കാണ്. കടുത്ത ശിർക്കാണ്, ചെറിയ ശിർക്കല്ല, കടുത്ത ശിർക്കാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തിയ 1-2 വചനങ്ങളുണ്ട്. ലോകത്ത് നിന്ന് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച അള്ളാഹുവിന്റെ പ്രവാചകൻ വിട പറഞ്ഞു പോകുമ്പോ, എങ്ങനെ റബീഉൽ അവ്വലിന് അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ, പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാത്തൊരു പ്രാർത്ഥന നടത്തിയിട്ടാ പോയത്. വിറക്കുന്ന കൈകൾ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്താ പറഞ്ഞത്? ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചിട്ടുണ്ട്, അലൽ യഹൂദി വൻ നസ്വാറ, നസ്വാറാക്കളെയും അതുപോലെ തന്നെ ജൂതലോബികളെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. കാരണം ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം പിന്നെ മസാജിദ, അവർ അംബിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നവരാണ്. എന്നിട്ട് ഇവരാണ് മുസ്ലിങ്ങളായി ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ക്രിസ്ത്യാനികൾ പോലും ഒരു പ്രവാചകന്റെ ഖബർ കിട്ടിയാലേ ആരാധനാ കേന്ദ്രമാക്കി മാറ്റുകയുള്ളൂ. അതേ, യഹൂദികൾ വരെ ഒരു നബിയുടെ ഖബർ കിട്ടിയാലേ ആരാധനാ കേന്ദ്രമാക്കി മാറ്റുകയുള്ളൂ. ലോകത്തുള്ള ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത് ആരെന്നറിയോ നിങ്ങള്? ഒന്ന് മറിയം ബീബിയെയാണ്, ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ മറിയം ബീബിയെ. 2, ആ മറിയം ബീബിയിലൂടെ അത്ഭുതകരമായി ജനിച്ച നമ്മളൊക്കെ വിശ്വസിക്കുന്ന പ്രവാചകൻ യേശുക്രിസ്തു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മൾ ആ നബിയുടെ പേര് കേൾക്കുമ്പോ പ്രത്യേകമായി ദുആ ചെയ്യുന്നവരാണ്. ആ യേശുക്രിസ്തുവിനെയാണ് അവർ ആരാധിക്കുന്നത്. അതുകൊണ്ട് തൃത്വമെന്ന വാദം ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഒന്ന് മറിയം ബീവി, ഒന്ന് യേശുക്രിസ്തു, ഒന്ന് സാക്ഷാൽ യേശുക്രിസ്തുവിന്റെ അതേ പിതാവായി അവർ പരിചയപ്പെടുത്തുന്ന സാക്ഷാൽ യഹോവ അല്ലെങ്കിൽ ദൈവം. അങ്ങനെയൊക്കെയാണ് അവരാരാധന. ആ ക്രിസ്ത്യാനികൾ അല്ലാഹ് ശപിച്ചു. എന്തിന്? പ്രവാചകന്മാരുടെ ഖബറുകൾ കിട്ടിയാൽ അവർ ആരാധനാ കേന്ദ്രമാക്കി മാറ്റും. നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളായി അറിയപ്പെടുന്നവരോ നബിമാരെ ഖബർ അവർക്ക് ആവശ്യമില്ല. ഇതിങ്ങനെ ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റാൻ കിട്ടിയാൽ നടത്തും, പക്ഷേ എന്റെ ആവശ്യമില്ല. ഔലിയാക്കന്മാരുടെ ലിസ്റ്റിൽപ്പെട്ട ആളായിട്ട് പോലും അറിയപ്പെടണമെന്നില്ല, അഡ്രസ് പോലും ആവശ്യമില്ല. ഏതെങ്കിലും മനുഷ്യന്റെ ഖബർ കിട്ടിയാൽ വരുമാന കേന്ദ്രമാക്കി മാറ്റുന്നവരാണവർ. ദർസ് നടത്താൻ വരുമാനമായി, പള്ളിയിലെ ഇമാമിനും മുഅദ്ദിനും ശമ്പളം കൊടുക്കാൻ വരുമാനമായി, പള്ളിയുടെ നടത്തിപ്പിന് വരുമാനമായി, സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് വരുമാനമായി, അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സമ്പാദ്യ മാർഗത്തിലൂടെ പള്ളിയും മദ്രസകളും നടത്തിക്കൊണ്ടുപോകാൻ വരുമാനത്തിന്റെ കേന്ദ്രങ്ങളാക്കി ഈ കേരളക്കരയിൽ കോടികൾക്ക് ഇത്ര വർഷത്തിന് നടത്തിപ്പിന് വേണ്ടി ജാറം കൈമാറുന്ന ഒരു നാട് ലോകത്തുണ്ടെങ്കിൽ ഞാൻ ഉറക്കെ പറയുന്നു അത് നമ്മുടെ കേരളമാണ് എന്ന്. അറിയോ നിങ്ങള്? റോഡിന്റെയും പാലത്തിന്റെ ഒക്കെ ടോൾ പിരിവ് നടത്തുന്നത് പോലെ ജാറം വരെ ഇത്ര വർഷത്തിന് താൽക്കാലികമായി ലേലം ചെയ്തെടുക്കുന്ന ഏക സ്ഥലം ഇന്ത്യ രാജ്യത്തിലെ കേരളം ആയിരിക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ലോകത്തോട് വിട പറയുന്ന അന്ന് പോലും പറഞ്ഞത് അല്ലാഹുവേ ലാ തജ്അൽ ഖബരി ഐദാ, എന്റെ ഖബറിനെ നീ ഒരു ഉത്സവപ്പറമ്പാക്കി മാറ്റരുതല്ലാ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബസ്, റബ്ബേ എന്റെ ഖബറിനെ നീ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി കൊടുക്കരുത് അല്ലാ. സഹോദരങ്ങളെ ശരിക്കും മനസ്സിലാക്കണം. നമ്മള് ഒരു നൂല് ശരീരത്തിൽ ബന്ധിപ്പിക്കുമ്പോ ഒരു നൂലെന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന് നമ്മുടെ ഹൃദയത്തിൽ പിന്നെ എന്ത് സ്ഥാനമാണുള്ളത്? എന്ത് ഗാംഭീര്യമാണ് നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്നത്? അലൈസല്ലാഹു ബിക്കാഫിൻ അബ്ദ, ഒരടിമക്ക് അല്ലാഹു പോരെ എന്ന ചോദ്യത്തിന് പിന്നെ എന്ത് വിലയാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്? നിസ്കാരത്തിൽ കൈകെട്ടി നിന്ന് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന മുസ്ലിം ലോകമേ, പിന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിന് എന്ത് സ്ഥാനമാണുള്ളത്? എന്ത് സ്ഥാനമുള്ളത്?